നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. അടുത്ത മാസം ആദ്യം തുടങ്ങുന്ന പൊതുപരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിൽ പണമില്ല. അതിനാൽ പരീക്ഷകൾ തടസ്സം കൂടാതെ നടത്താൻ ഫണ്ട് സ്കൂളുകളുടെ PD അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ മാസം 9-ന് ഇറക്കിയ ഉത്തരവിലാണ് ഈ നിർദ്ദേശം. ധൂർത്തിന് ഒരു കുറവുമില്ല, സർവത്ര അഴിമതി. ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, പരീക്ഷ നടത്താനും പണമില്ലേ സർക്കാരെ? സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, BJP സംസ്ഥാന വക്താവ് യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം യുവരാജിൽ നിന്ന് ആരംഭിക്കുകയാണ്. യുവരാജ്, 9/2/2024 ഉത്തരവ്, പൊതുവിദ്യാഭ്യാസം മാർച്ച് 2024 ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ചെലവുകൾക്കുള്ള തുക PD അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സർക്കാർ ഈ വിഷയം പരിശോധിച്ചു. പരീക്ഷാ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ തുക ലഭ്യമാകുമ്പോൾ തിരികെ PD അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയിൽ സ്കൂളുകളുടെ PD അക്കൗണ്ടിൽ കിടക്കുന്ന തുക പിൻവലിച്ച് പരീക്ഷാ നടത്തിപ്പിന് ഉപയോഗിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകി ഉത്തരവാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്കൊക്കെ 5 സ്റ്റാർ ആ പദവിയാണല്ലോ അദ്ദേഹം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. സ്കൂളുകൾ 5 സ്റ്റാർ ആണ്, പക്ഷേ പരീക്ഷ നടത്താൻ പണമില്ല. അല്ല, ശരിക്കും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സ്റ്റാർ ഹോട്ടലല്ല. നമ്മൾ ഈ നാട്ടിൻ പുറത്തെ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി തൂക്കാറുണ്ട്, കടം ചോദിക്കരുത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതിയുമായിട്ട് താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പൊതുജനങ്ങളാവട്ടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവട്ടെ ഇതുപോലെ കടം പറയരുത് ചോദിക്കരുത് എന്ന് സർക്കാരിനോട് തിരിച്ചങ്ങോട്ട് പറയേണ്ടുന്ന ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്പ്യാർജി, നമുക്കറിയാം, നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ കേരളത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തെല്ലാം ഇടതുപക്ഷ സർക്കാരുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അവരുടെ എന്തോ വലിയൊരു നേട്ടം പോലെ എല്ലാ കാലഘട്ടത്തിലും അവതരിപ്പിക്കുന്നതാണ് കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതി എന്ന് പറയുന്നത്. ഞങ്ങൾ സൃഷ്ടിച്ചതാണ്, ഞങ്ങൾ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇടതുപക്ഷ സർക്കാരിന് 2 തവണ അടുപ്പിച്ച് ഭരിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്, പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം 5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 8-ാം വർഷത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. 8-ാം വർഷത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ജീർണത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. പരീക്ഷ നടത്തിക്കുവാൻ പോലും കാശില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു, എന്താണ്, വിദ്യാർത്ഥികളോട് തന്നെ പറയുകയായിരുന്നു, മോഡൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് 10 രൂപ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരെ ബക്കറ്റ് എടുത്ത് പ്ലാൻ B, എന്താണ്, ബക്കറ്റ് എടുത്ത് തെണ്ടുന്ന പരിപാടി ഇതേ സർക്കാർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത് ഒരു വശത്തു കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? മറുവശത്ത് സംഭവിക്കുന്നത് സ്വിമ്മിംഗ് പൂള് കുത്തുന്നു, തൊഴുത്ത് കെട്ടുന്നു. തൊഴുത്തിൽ ചാണകക്കുഴി കുത്താൻ 3.5 ലക്ഷം രൂപ. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ചാണകക്കുഴി കുത്താൻ 3.5 ലക്ഷം രൂപയുടെ ചാണകക്കുഴി? എന്ത് തരം ചാണകക്കുഴിയാണ്? ചാണകക്കുഴിയാണോ? ആയിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും 3.5 ലക്ഷം രൂപയ്ക്കൊന്നും ചാണകക്കുഴി കുത്തും നമ്മൾ കണ്ടിട്ടില്ല. അവിടെ നിൽക്കുന്നില്ല. ഇനി വന്ന് നമ്മുടെ സ്പീക്കർ ഇപ്പോൾ ജിമ്മൊക്കെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലേക്ക് പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കുൾപ്പെടെ തുരങ്കം വയ്ക്കുന്ന, അതിൻ്റെ കടക്കിൽ കത്തി വയ്ക്കുന്ന സാഹചര്യങ്ങൾ മൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സ്കൂൾ പരീക്ഷകളിലേക്ക് എത്തിയത് കൊണ്ട് പൊതുജനം വലിയ രീതിയിൽ ചർച്ചയാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരള കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്ര മാസമായി ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വലിയ ചർച്ചയാകാതെ പോലും വാർത്തയായ കാര്യങ്ങളാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ വലിയ ചർച്ചയായി മാറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ജീർണത നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്കൂളുകളിൽ ശമ്പളം പോലും മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല രാഷ്ട്രീയമായും ഭരണപരമായും നമ്മുടെ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാജഹാൻ,
കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായിട്ട് മുഖാമുഖം നടത്തി. അവിടെയും പറഞ്ഞു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കും എന്ന്. ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ യുവരാജ് അഭിപ്രായപ്പെട്ടതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതികൾ ഇവർ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നു. ഇപ്പോൾ ബജറ്റിൽ പറഞ്ഞല്ലോ, സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങും, വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകും എന്നൊക്കെയാണല്ലോ വാഗ്ദാനങ്ങൾ. എല്ലാം നല്ലത് തന്നെ. പണ്ട് ഇതിനെതിരെ സമരം നടത്തിയവരാണ് ഇവർ. പക്ഷേ പരീക്ഷ നടത്താൻ, അതും പൊതുപരീക്ഷ നടത്താൻ പണമില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ഗതികേടാണ്. ഇവർ ഭരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ നാട്ടിന്? അല്ലേ, നമ്മൾ അടിസ്ഥാനപരമായി കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനം എത്ര അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രതിസന്ധി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം തരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയൊരു പ്രചരണം എന്താണ്, ഞങ്ങളുടെ അവകാശം ചോദിക്കുന്നു, അപ്പോൾ കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചാലേ തരൂ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ശ്രമം നടത്തുകയാണ്. നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും അതിനെക്കുറിച്ചിട്ട് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ആ കുഴിക്കകത്ത് മാധ്യമങ്ങളും വീണു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതിൽ പഞ്ചാബും രാജസ്ഥാനും കേരളവുമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ചിട്ട് വന്ന കണക്ക് നമ്മൾ നോക്കിയാൽ 2016 1,60,60,000 കോടി രൂപയായിരുന്നു കടമെങ്കിൽ 2024 ആയപ്പോൾ അത് 4,29,000 കോടി എന്നുള്ള നിലയിലേക്ക് വന്നുവെന്നാണ് ലോക്സഭയിൽ പ്രേമേന്ദ്രന് കൊടുത്തിട്ടുള്ളൊരു മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 4,25,000 കോടി രൂപയുടെ കടം എന്ന് പറയുമ്പോഴത്തേക്കും പ്രതിശീർഷ കടം എന്ന് വെച്ചാൽ നമ്മുടെ ജനസംഖ്യ അതുകൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഒരു 2 ലക്ഷം രൂപയോളം കടം ഇന്ന് ജനിക്കുന്ന കുട്ടി മുതൽ നാളെ മരിക്കാൻ പോകുന്ന വയോവൃദ്ധൻ വരെയുള്ള ആളുകളുടെ തലയുടെ മുകളിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മുടെ റവന്യൂ കമ്മിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ ഓൾ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ മുകളിലാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, നമ്മുടെ ധനക്കമ്മിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത് ഓൾ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ മുകളിലാണ്. നമ്മുടെ പലിശ ചെലവ് ഏതാണ്ടൊരു 19-20% പറയുന്നത്. അതും ഓൾ സ്റ്റേറ്റ് ആവറേജ് എന്ന് പറയുന്നത് ഏതാണ്ടൊരു 12-13% വരും. അതുപോലെ തന്നെ നമ്മുടെ മൊത്തം എക്സ്പെൻഡിച്ചറിൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, അതായത് മൊത്തം എക്സ്പെൻഡിച്ചറിൽ ശമ്പളം പെൻഷനും കൂടെ ചേർന്നിട്ട് നമ്മൾ ഏതാണ്ടൊരു 67-68% തുക ചെലവഴിക്കുന്നു എന്നാണ് ഇപ്പോൾ കണക്ക് വന്നിട്ടുള്ളത്. അത് ഓൾ സ്റ്റേറ്റ് ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 55%. അപ്പോൾ ഏതാണ്ടൊരു 68% കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ പൊതുധനകാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ടുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഈ സാഹചര്യത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 14-ാമത്തെ 15-ാമത്തെ ധനകാര്യ കമ്മീഷൻ മുതൽ ഒരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്ക് നൽകുകയുണ്ടായി. ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്, നമുക്ക് റവന്യൂ കമ്മിയുണ്ട്, നമ്മുടെ റവന്യൂ വരുമാനത്തെക്കാൾ റവന്യൂ ചിലവ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് റവന്യൂ കമ്മിയുണ്ട്. ആ റവന്യൂ കമ്മിയുള്ള ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ റവന്യൂ കമ്മി പരിഹരിക്കുന്നതിന് വേണ്ടി 14-ാം ധനകാര്യ കമ്മീഷനോ 15-ാം ധനകാര്യ കമ്മീഷനോ ഒരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്ക് തന്നു. പിന്നെ ഇത് നമുക്ക് തന്ന എന്തിനാണ്? 5 വർഷം കൊണ്ട് നമ്മുടെ റവന്യൂ കമ്മി ഇല്ലാതാക്കാനാണ്. ആ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ ഭാഗമായി ഏതാണ്ട് 50,000-ത്തിലധികം കോടി രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 50,000-ത്തിലധികം കോടി രൂപ കിട്ടിയിട്ടും നമ്മുടെ റവന്യൂ കമ്മി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് ഇനിയും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാനാണ്. അതായത് ഞങ്ങളുടെ കമ്മി അവിടെ തന്നെ നിൽക്കും, അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഞങ്ങൾക്ക് നിരന്തരമായി തന്നുകൊണ്ടിരിക്കുമെന്നുള്ള ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുകയാണ് സംസ്ഥാന ഗവൺമെൻറ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ മൂലധന ചിലവുണ്ട്. മൂലധന ചിലവാണ് യഥാർത്ഥത്തിൽ പിന്നെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കൊക്കെ പിന്നീട് സഹായിക്കുക. അത് 1.1% നമ്മുടേത്.
ഇത് ഏറ്റവും കുറവ്. അത് ഓൾ സ്റ്റേറ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.8%. അപ്പം നമ്മൾ ധനകാര്യ മേഖലയിൽ ഏതു മാനദണ്ഡം എടുത്തു നോക്കിയാലും ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ധനകാര്യ മാനേജ്മെൻറ്റ് ഇങ്ങനെ പാളാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ മൊത്തം ചെലവിൽ ഏതാണ്ട് 10-28% ശമ്പളത്തിനും പെൻഷനും കൊടുക്കണം എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ റെക്കലെസ് ആയിട്ടുള്ള കടമെടുപ്പാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 1.5 ലക്ഷത്തിൽ നിന്ന് 4.5 ലക്ഷം കോടി രൂപയിലേക്ക് അത് പോകുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നികുതി പിരിവിൽ നമ്മൾ അമ്പേ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. നികുതി പിരിവിനെ കുറിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒന്നും പറയുന്നില്ല. ഏതാണ്ട് 15,000-20,000 കോടി രൂപയോളം ഒരു വർഷം നികുതി കുടിശ്ശിക നമുക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വശത്ത് വലിയ തോതിൽ ചെലവ് നമ്മൾ കൂട്ടുന്നു, മറുവശത്ത് പിരിക്കാനുള്ള പണം നമ്മൾ പിരിക്കുന്നില്ല. അത് സ്വർണത്തിൻ്റെ മേഖലയിലാകട്ടെ, ടൂറിസത്തിൻ്റെ മേഖലയിലാകട്ടെ, പിന്നെ ഈ തോട്ടത്തിൽ പിന്നെ തോട്ട ഉടമകളിൽ നിന്ന് പിരിക്കാനുള്ള പണമാകട്ടെ, അങ്ങനെ വലിയ തോതിലുള്ള നികുതി കുടിശ്ശിക നമുക്കുണ്ട്. അപ്പോൾ ഒരു വശത്ത് ചിലവ് കൂടുന്നു, മറുവശത്ത് നികുതി കുടിശ്ശിക ഇല്ലാതെ. ഷാജഹാൻ, ഈ കേരളത്തിന് വേണ്ടിയൊക്കെ പിരിച്ചു കൊടുത്തത് ഈ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. GST ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ടാണ് കേരളീയത്തിന് ധനം സമാഹരിച്ചത്. അല്ല അല്ല, ഞാൻ പറഞ്ഞ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന് അനിൽ പറഞ്ഞത്, അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ധൂർത്തിനെ കുറിച്ച് നമ്മൾ പറയണം. ഇപ്പോൾ ഇവിടെ ഇരുന്ന പ്രതിനിധി പറഞ്ഞു, ധൂർത്തിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ചാണകക്കുഴിക്ക് വേണ്ടി ചിലവഴിക്കുന്നു, ക്ലിഫ് ഹൗസിനകത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് മരത്തിൻ്റെ ശാഖകൾ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് 1,77,000 രൂപ ചിലവഴിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ജനറേറ്റർ വെക്കാൻ വേണ്ടി ഇപ്പോൾ രമ നിയമസഭയിൽ പറഞ്ഞു 7 ലക്ഷം രൂപ കർട്ടന് വേണ്ടി ചിലവഴിക്കുന്നു. ഏതാണ്ടൊരു 1-2 കോടി രൂപ ക്ലിഫ് ഹൗസിനകത്ത് റോഡിന് വേണ്ടി ചിലവഴിക്കുന്നു. ക്ലിഫ് ഹൗസിൽ ഈ പറഞ്ഞതുപോലെ അറ്റകുറ്റപ്പണികൾ അവസാനിക്കുന്നില്ല. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ 2021 മാത്രം ക്ലിഫ് ഹൗസിൽ ഇതുപോലുള്ള പിന്നെ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് 2,20,00,000 രൂപയാണ് ഈ 2021 മാത്രം ചിലവഴിച്ചത്. അപ്പോൾ 2016 മുതൽ എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിഭീകരമായിട്ടുള്ള ധൂർത്ത് നടക്കുന്നു. അതിന് സമാനമായിട്ടാണ് അനിൽ പറഞ്ഞത്, നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട പണം പിരിച്ചെടുക്കേണ്ട GST ഇൻ്റലിജൻസ് കമ്മീഷണറായിട്ടുള്ള എന്താണ് റെനി വിൽ എന്ന് പറഞ്ഞ ഏതോ ഒരു GST കമ്മീഷണറെ കേരളീയത്തിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് പിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പിന്നെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പം അയാളുടെ ജോലി എന്താണ് യഥാർത്ഥത്തിൽ? അയാളുടെ ജോലി എന്ന് പറയുന്നത് പിന്നെ സർക്കാരിലേക്ക് എവിടെ നിന്നൊക്കെയാണോ നികുതി കിട്ടേണ്ടത് അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കലാണ് GST ഇൻ്റലിജൻസ് കമ്മീഷണറുടെ ചുമതല. ആ ചുമതല ഉള്ള കമ്മീഷണർക്ക് അറിയാം എവിടെ നിന്നൊക്കെയാണ് നികുതി, ഏതൊക്കെ കച്ചവടക്കാരനാണ് നികുതി കൊടുക്കാത്തതെന്നുള്ളത്. ആ കച്ചവടക്കാരിൽ നിന്ന് സർക്കാരിലേക്ക് കേരളീയത്തിൻ്റെ സ്പോൺസർഷിപ്പ് പിരിക്കാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥനെ തന്നെ നിയമിക്കുന്നു. ആ പണം സർക്കാരിലേക്കാണോ പാർട്ടിയുടെ ഖജനാവിലേക്കാണോ പോകുന്നത് നമുക്കറിയില്ല. എന്നിട്ട് അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് അയാളെ അവിടെ ഇരുത്തുന്നു. അപ്പം ഒരു വശത്ത് നിയന്ത്രണമില്ലാതെയുള്ള ചെലവുകൾ, റെക്കലെസ് ആയിട്ടുള്ള സ്പെൻഡിങ്, മറുവശത്ത് നികുതി കുടിശ്ശിക പിരിക്കുന്നതിനുള്ള ദയനീയമായിട്ടുള്ള പരാജയം, മറുവശത്ത് കിട്ടേണ്ട പണം പാർട്ടി ഖജനാവിലേക്ക് പോകുന്ന അവസ്ഥ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണം മുഴുവൻ വാങ്ങിച്ചിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് റവന്യൂ കമ്മി ഇല്ലാതാക്കുന്നതിന് പകരം റവന്യൂ കമ്മി ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് തന്ന ഗ്രാൻഡിങ് തന്നുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങളുണ്ടല്ലോ, ആ വാദത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ വളരെ പരമ ദുർബലമാകുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സുജയകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ജഡ്ജിയുടെയും TK വിശ്വാൻ എന്ന് പറഞ്ഞ ജഡ്ജിയുടെയും മുമ്പിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം നടന്നത്. ആ വാദം നടന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഇനിയും സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കാം, അവരുടെ വായ്പാ പരിധി ഞങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാം. അതിൻ്റെ പ്രിക്കേറിയസ് ആയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി കൊണ്ടാണെന്നാണ് പറഞ്ഞത്. വളരെ മോശമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഞങ്ങൾ ഇനിയും സംസ്ഥാന സർക്കാരിന് പിന്നെ വായ്പാ പരിധി വർദ്ധിച്ചു കൊടുക്കാം, ഏതാണ്ട് 10,000 കോടി രൂപ വേണമെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കെതിരെ തന്നിരിക്കുന്ന ഈ കേസൊന്ന് പിൻവലിക്കണം, ഈ കേസ് പിൻവലിച്ചാലേ ഈ പണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിന്
ഇവിടെ വന്നിട്ട് ബാലഗോപാലൊക്കെ എന്താണ് പത്രസമ്മേളനത്തിൽ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തു, ഞങ്ങൾക്ക് പണം തരണമെങ്കിൽ കേസ് പിൻവലിക്കണം എന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുള്ള ശുദ്ധ അസംബന്ധം ധനകാര്യ മന്ത്രി ഇവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികത്തിൻ്റെ കണക്കും ഇത്തരം കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനമായി എനിക്ക് കൺക്ലൂഡിംഗായിട്ട് പറയാനുള്ളത്, റെക്കലെസ് ആയിട്ടുള്ള ചെലവ്, നികുതി കുടിശ്ശിക ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നു, ഭയങ്കരമായി ധൂർത്ത് വരുത്തുന്നു, എന്നിട്ട് ജനങ്ങളോട് കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ള ഒരു വാചാടവും പറഞ്ഞ് രക്ഷപ്പെടുന്നു. ഇതാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഇത് എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷ നടത്താൻ പോലും പൈസയില്ല എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നത്. അത് ഇനി വല്ലാത്തൊരു പിന്നെ സമഗ്രമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏതാനും മാസം കഴിയുമ്പം ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് ഉൾപ്പെടെ തടസ്സപ്പെടും എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. യുവരാജ്, കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്, അതായത് സർവകലാശാലകൾക്കുള്ള കേന്ദ്ര പദ്ധതി സമയത്ത് അപേക്ഷിച്ചില്ല, അതുകൊണ്ട് കേരളത്തിന് നഷ്ടമായത് ശതകോടികൾ. പ്രധാനമന്ത്രിയുടെ ഉച്ചതർ ശിക്ഷാ അഭിയാൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തമാക്കാൻ സർവകലാശാലകൾക്ക് 100 കോടി മുതൽ 200 കോടി രൂപ വരെ അനുവദിച്ചത് കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അതിനുള്ള കാരണം കേരളവും ബംഗാളും തമിഴ്നാടും യഥാസമയം അപേക്ഷിക്കാത്തത് കൊണ്ടാണ്. കേരള സർവകലാശാല വിശദ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് നൽകിയെങ്കിലും അപേക്ഷിക്കേണ്ട കാലാവധി കഴിയുന്നത് വരെ അപ്ലോഡ് ചെയ്തില്ല. ഇവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തും എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്നത്. അനിൽജി, എനിക്ക് ഇത്രയധികം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ വരുത്തുന്ന ഒരു സർക്കാരിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ കീഴിലുള്ള സർക്കാരുകളെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരായി കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളായി കൊണ്ടുപോട്ടെ, നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും ഒക്കെ തന്നെയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇതേ മലയാളികൾ ചെല്ലുകയും അവിടെയുള്ള കമ്പനികളെയൊക്കെ, പ്രത്യേകിച്ച് UAE, ഗൾഫൊക്കെ ഇത്രയും വികസിച്ചത് ഒരു പരിധിവരെ മലയാളികളുടെ എഫിഷ്യൻസി കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനത തന്നെയാണ് ഇവിടെയുമുള്ളത്. അപ്പോൾ റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇത് മുകളിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നവരുടെ വിഷൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് പാളിച്ച പറ്റുന്നത് താഴേക്ക് വരെ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരം എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാരെ പിൻവാതിൽ വഴി കൊണ്ടുവന്ന് ഇത്തരം സ്ഥാനങ്ങളിൽ കൊണ്ടിരുത്തുന്നത് കൊണ്ട് അവരുടെ എഫിഷ്യൻസി കുറവായിരിക്കണം ഒരു പരിധി വരെ ഇതിനെയൊക്കെ ബാധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോൾ GST കളക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ IGSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹസ്ര കോടികളാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ശതകോടികളെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, സഹസ്ര കോടികളാണ് നമുക്ക് IGST കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന തുക കിട്ടാതെ പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം കേന്ദ്രം ആദ്യം മുതൽ GST കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അവർ പ്രപ്പോസ് ചെയ്തിരുന്നു. ഇത് യൂസ് ചെയ്യുക, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് GST എത്രയാണോ കളക്ഷൻ വരേണ്ടത് അത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, കേന്ദ്രം തരുന്ന സോഫ്റ്റ്വെയർ അത് ഞങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കും, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പോയി. 5 വർഷം അതിൻ്റെ പുറകെ നടന്നു, അതൊട്ട് ഉണ്ടായതുമില്ല. ഈ പറയുന്ന സോഫ്റ്റ്വെയർ വരും എന്ന് പറഞ്ഞിട്ട് ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒന്നും വന്നില്ല. കേരളത്തിന് കിട്ടാനുണ്ടായിരുന്ന IGSTയുടെ പങ്ക് കൃത്യമായിട്ട് ലഭിച്ചതുമില്ല. ഇത് ഒരു വശത്ത്. രണ്ടാമതൊരു വശത്ത് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെയുള്ള GST കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ. ഇന്ത്യയിൽ 28% ഗോൾഡിൻ്റെ സെയിൽ നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ആ 28% ഗോൾഡ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 250 ടൺ ഗോൾഡ് എന്തോ കേരളത്തിൽ ഒരു പ്രതിവർഷം വിൽപ്പന നടക്കുന്നുണ്ട്. ഈ 250 ടൺ ഗോൾഡിൽ നിന്ന് മാത്രം നമുക്ക് ഏതാണ്ട് 10,000 കോടി രൂപയെങ്കിലും നമുക്ക് GST റവന്യൂ വരുമാനം വരേണ്ടതാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് വെറും 500 കോടിയോ മറ്റോ ആണ്. ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. 500 കോടി എവിടെ കിടക്കുന്നു, 10,000 കോടി എവിടെ കിടക്കുന്നു? ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ആ GST നമുക്ക് പിരിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നത്? താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഷാജഹാൻ സാറ് തന്നെ പറഞ്ഞതുപോലെ,
കേരളീയൻ പോലുള്ള ധൂർത്ത് പരിപാടികൾ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതിന് പൈസ വേണ്ടേ? വെറുതെ നടത്താൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന ഊരാളുങ്കലിന് മരത്തിൽ ലൈറ്റ് കെട്ടാൻ വേണ്ടി തന്നെ കോടികളുടെ ടെൻഡറാണ് കൊടുത്തിരിക്കുന്നത്, മരത്തിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കേരളീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ പൈസ എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുക? ഈ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പിരിവ് നടക്കണം. അപ്പോൾ പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ഈ GST പിരിക്കേണ്ട ഉദ്യോഗസ്ഥനെ തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് താങ്കൾ പോകൂ, അവിടെ പോയിട്ട് കാശ് പിരിച്ചുകൊണ്ട് വരും, സ്വർണ്ണക്കട മുതലാളിമാരുടെ നിന്ന് പിരിച്ചുകൊണ്ട് വരൂ, ബാർ മുതലാളിമാരുടെ നിന്ന് പിരിച്ചുകൊണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവരവിടെ പോകുന്നു, കേരളീയത്തിനെന്നും പറഞ്ഞ് കാശ് വാങ്ങിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർ കൊടുക്കേണ്ട GST തുക എത്രയാണ്? ആ GST തുക അവിടെ പിരിക്കപ്പെടുന്നില്ല. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെയിലി റോളിങ്ങിന് വേണ്ടിയിട്ട് കാശ് കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇന്ന് അടയ്ക്കേണ്ട തുക 2 കൊല്ലം കഴിഞ്ഞടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ബിസിനസ്സിനകത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അത് ഉപകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇത് ഡിലേ ചെയ്യിക്കാൻ പറ്റും അത്രത്തോളം അവർ ഡിലേ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കോടി രൂപ അടയ്ക്കാനുള്ള ഒരാളായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 ലക്ഷമോ 1 കോടിയോ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ ഈ 50 കോടി അടയ്ക്കാൻ 2 വർഷം സാവകാശം കിട്ടുന്നുണ്ടെങ്കിൽ ഈ 50 കോടി രൂപയ്ക്ക് ഇയാൾ എത്ര രൂപ പലിശ പുറത്ത് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ചിന്തിച്ചു നോക്കൂ. ഈ 50 കോടി അയാൾക്ക് കയ്യിൽ വയ്ക്കുന്നത് കൊണ്ട് എത്രമാത്രം ലാഭമാണ് ആ വ്യാപാരിക്ക് അല്ലെങ്കിൽ ആ വ്യവസായിക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ഈ പറയുന്ന പോലെ പുറത്ത് പലിശ കൊടുക്കുന്നതിന് പകരം ഗവൺമെൻറ്റിന് ഇങ്ങനെ പോയി ലൊട്ടിലൊടുക്കുക എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കൊടുക്കുക, CPM-ൻ്റെ ഈ പറയുന്ന തട്ടിക്കൂട്ട് പരിപാടികൾക്ക് ചെറിയ ചെറിയ സംഭാവനകൾ കൊടുത്ത് അവരടയ്ക്കേണ്ടുന്ന GST പരമാവധി വൈകിപ്പിച്ച് അവർക്ക് ക്യാഷ് റോളിങ്ങിന് പരമാവധി കയ്യിൽ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സുഖമാണ്. നേരെ മറിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 വിഷയമുണ്ട്. അവർക്ക് പലിശ കൊടുക്കുന്നതിൽ നിന്ന് അവർ മുക്തരാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഗവൺമെൻറ്റിന് നിത്യചിന്താന ചെലവുകൾക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? ഗവൺമെൻറ് പുറത്തുനിന്ന് കടം എടുക്കുകയാണ്. കടം വെറുതെ എടുക്കുന്നതല്ല, പലിശ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഷാജഹാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ 19-20% നമ്മുടെ ഈ പറയുന്ന കടത്തിന് പലിശ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും തുക നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കാശിൽ നിന്നുകൊണ്ട് മറുവശത്ത് നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിഫ്ബിയിലൊക്കെ കണ്ടതാണ്, 10% പലിശയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് 8% ഇവിടുത്തെ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് എന്തോ സാമ്പത്തിക വിപ്ലവം നടത്തിയെന്നുള്ള നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കെടുകാര്യസ്ഥതകളുടെ ഈറ്റില്ലമായിട്ട് ഈ സെക്രട്ടേറിയറ്റും നമ്മുടെ ഭരണ സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒരു വശത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മളിപ്പോൾ വെളിയിലേക്ക് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ പുറത്തേക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ കഥകൾ. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശമ്പളം മാത്രമൊന്നുമല്ല മുടങ്ങാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ 1-2 അല്ല. ഇപ്പോൾ ട്രഷറിയിൽ 1 ലക്ഷം മുകളിലുള്ള ചെക്ക് മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് മാറില്ല എന്നുണ്ടെങ്കിൽ എന്ത് പണി നടത്താനാണ് ഇവിടെ നമ്മുടെ ഒരു ബസ് ഷെൽട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 10 ലക്ഷം രൂപയാവും എന്നുള്ളതാണ് നമ്മളെല്ലാം വഴിനീളെ കാണുന്നത്. ഈ 10 ലക്ഷം രൂപ ബസ് ഷെൽട്ടർ കെട്ടാൻ വേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് പാസ്സാകാത്തൊരു ട്രഷറി ആണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് വർക്കാണ് നടക്കാൻ പോകുന്നത്? ആകെ നടക്കുന്നത് കേന്ദ്രം കൊടുക്കുന്ന കാശ് കൊണ്ട് പണിയുന്ന ഹൈവേയുടെ വർക്ക് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അത് മാത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ മേനി നടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മരുമകൻ മന്ത്രിക്ക് പോയി ഡ്രോണൊക്കെ പറത്തി അദ്ദേഹത്തിനൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ട് ലൈക്ക് മേടിക്കാൻ സാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നടക്കുന്നത്. മറ്റൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ഒരു നാണവുമില്ല, ഒരു ഉളുപ്പുമില്ല അല്ല അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും പോസ്റ്റാണ്, അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷേ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അറിയാലോ. കേരളത്തിൽ അല്ല അത് പറഞ്ഞു, ഫേസ്ബുക്കിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ വികസനത്തിനെ തട്ടി നടക്കാൻ വയ്യ. കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് ശരിയാണ്, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്നത് ഈ പറയുന്നതാണ്. അതിനകത്ത് മന്ത്രി പറയുന്നത് എന്താണ്? പോസ്റ്റ് മാറ്റിയിട്ടു, പക്ഷികളുടെ കൂട് വേറൊരിടത്തു നിന്നെടുത്ത് അപ്പുറത്ത് കൊണ്ട് വെച്ചു, മരത്തിനെ ഇപ്പുറത്തു നിന്നെടുത്ത് അപ്പുറത്ത് വെച്ചു എന്നൊക്കെ ഉള്ള തലത്തിലാണ് മന്ത്രിയുടെ എഫേർട്ടിനെ കുറിച്ചിട്ട് പറയുന്നത്. യെസ് ഷാജഹാൻ, ഇന്ന് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തു. അതായത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, അദ്ദേഹം ഫോർമർ ചീഫ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ധനകാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ആയി പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ KM എബ്രഹാമിന്
ക്യാബിനറ്റ് പദവി കൊടുത്തിരിക്കുകയാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ കെ.എൻ. ബാലഗോപാൽ പൂർണ്ണ പരാജയമായതുകൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്? അണിയറയിലുള്ള സംസാരം അതാണ്. അതായത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കിയത് ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെ നയരാഹിത്യമാണ്. CPM തന്നെ അങ്ങനെ ഒരു വിലയിരുത്തലിൽ എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്ക് നൽകി ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരിക്കും നടന്നത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ പറയുന്നത് ഈ KM എബ്രഹാമിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തായ്ക്കണ്ടി കുടുംബത്തിൻ്റെ ഒരു പ്രൈവറ്റ് ഓഡിറ്റ് ഓഫീസറാക്കി അദ്ദേഹത്തിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ധനകാര്യ മന്ത്രി ഈ പറയുന്നത് പോലെ മോശമാണെങ്കിൽ അതിന് പകരമായി ഉപയോഗിക്കാൻ ഒരാൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളെ ആ സ്ഥാനത്ത് ഇരുത്തിയാൽ മതി. പക്ഷേ അയാളെ ഇപ്പം ഒരു കാരണവുമില്ലാതെ ഈ സ്ഥാനം കൊടുത്ത് അയാളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തൊരു സ്ഥാനക്കയറ്റമാണ് എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തായ്ക്കണ്ടി കുടുംബത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രൊമോഷനാണ് ഇത് എന്നുള്ളത്. നമ്മൾ ഇയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാൾക്ക് എത്ര സ്ഥാനമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, 1. 2, ഇയാൾ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, 2. 3, അയാൾ എന്താണ് KDISC എന്ന് പറഞ്ഞാൽ കേരള ഇൻഫർമേഷൻ കേരള എന്താണ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിക് ഇന്നൊവേഷൻ കൗൺസിൽ എന്നോ കണ്ട് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനും കൂടിയാണ്. ഇത്രയും സ്ഥാനത്തിരിക്കുന്ന ഇയാൾക്ക് മുത്തൂറ്റ് ക്യാപിറ്റലിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ള ചുമതല കൂടി കനിഞ്ഞ് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് 3 സ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ആ സ്ഥാനത്തിൻ്റെ മുകളിലാണ് ഇയാൾക്കിപ്പോൾ ക്യാബിനറ്റ് റാങ്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അനിൽ പറഞ്ഞ ആവശ്യത്തിന് ഇയാൾക്ക് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കേണ്ട കാര്യമില്ല. 2017 ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ഒരാളാണ് ഇയാൾ. പിന്നെ അപ്പോൾ 1, തായ്ക്കണ്ടിയിൽ കുടുംബത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ഒരു സ്ഥാനക്കയറ്റമാണ് ഇത്, 1. 2, ഈ ഉദ്യോഗസ്ഥൻ ഈ ഡോക്ടർ KM എബ്രഹാം ലാവലിൻ കേസിലെ 72ാം സാക്ഷിയാണ്. ലാവലിൻ കേസിലെ 72ാം സാക്ഷി എന്ന് പറയുമ്പോൾ ഇയാൾ ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരായി മൊഴി കൊടുത്തിട്ടുള്ള ആളാണ്. CBI റിപ്പോർട്ടിൻ്റെ 55ാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തേണ്ട ആവശ്യവുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം M ശിവശങ്കരന് പോലും ഉപദേശം നൽകിക്കൊണ്ടിരുന്ന ഒരു മാസ്റ്റർ ബ്രെയിനാണ് ഇയാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാളെ പിണറായിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇയാളോടാണ്. എനിക്ക് KM എബ്രഹാമിനോട് ചോദിക്കാനുള്ളത്, KM എബ്രഹാം എന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥനോട് എനിക്ക് ചോദിക്കാനുള്ള, ഉദ്യോഗസ്ഥ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? അതില്ല. നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് 5-6 ലക്ഷം രൂപയുടെ വരുമാനം ഒരു മാസം ഈ സർക്കാരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടല്ലോ. അതിന് മുകളിൽ അല്ല ഇപ്പോൾ കൂടുമല്ലോ, കൊടുക്കുമ്പോൾ സ്വാഭാവികമായി കൂടുമല്ലോ. അതുകൊണ്ട് ഉദ്യോഗസ്ഥ ഞാൻ ചോദിക്കുന്ന KM എബ്രഹാമിനോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ സുഹൃത്തെ? നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ദാരിദ്ര്യത്തിൽപ്പെട്ട് മുണ്ടു മുറുക്കി ഉടുത്ത് നിൽക്കുന്ന ഈ സർക്കാരിൽ നിന്ന് പിണറായി വിജയൻ സ്വകാര്യ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പണം മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നിങ്ങൾ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനല്ലേ? നിങ്ങൾക്ക് സാമാന്യം നല്ല പെൻഷൻ ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ പെൻഷൻ കിട്ടില്ലേ? നിങ്ങൾക്കെന്തോ CFA എന്നൊക്കെ പറഞ്ഞൊരു വേറെ ഡിഗ്രിയൊക്കെ ഉള്ളതല്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ അന്തസ്സായി നിങ്ങളുടെ പണി നോക്കി പോവുകയല്ലായിരുന്നു വേണ്ടിയത്. നിങ്ങൾക്ക് ഇങ്ങനെ സർക്കാരിലിരുന്ന് സർക്കാരിനെ ഊറ്റി കുടിച്ച് ഈ അട്ട പോലെ ഇങ്ങനെ വീർത്ത് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ? അല്ല, അത് മാത്രമല്ല, ഈ കിഫ്ബി ഇടപാടിൻ്റെ പേരിൽ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇയാൾ. അതായത് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് ഞാൻ ചോദിക്കുന്നത്. ഈ പിണറായി വിജയൻ്റെ പിട്ടം താങ്ങി ഇങ്ങനെ ഷേഡി ക്യാരക്ടർ ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് എന്തിനാണ്? മനുഷ്യൻ്റെ ജീവിതമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല.
എത്ര പണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ ഇതങ്ങ് അവസാനിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇയാളോട് പറയാനുള്ളത്, ഇയാൾക്ക് എന്തെങ്കിലും ഉളുപ്പോ എന്തെങ്കിലും ലജ്ജയോ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇയാൾ കിട്ടുന്ന പണം കൊണ്ട് ഇയാൾ സാറ്റിസ്ഫൈഡ് ആകുക, ഇയാൾ സംതൃപ്തനാകുക, അല്ലെങ്കിൽ ഈ പണി അവസാനിപ്പിച്ച് പോവുക. ജനങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരമപുച്ഛമാണ് നിങ്ങളെക്കുറിച്ചിട്ട്. കാരണം നിങ്ങളൊരു കഴിവുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പോകുന്നില്ല. ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും തരം താഴാൻ കഴിയുന്നതെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. യെസ്, അഡ്വക്കേറ്റ് ഹസ്ക, പൊതുപരീക്ഷാ നടത്തിപ്പിന് പോലും പണമില്ലാത്ത ഒരു നാട്ടിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കും എന്നൊക്കെ ഗീർവാണം കഴിഞ്ഞ മുഖാമുഖത്തിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച വലിയൊരു ഉറപ്പ് അതായിരുന്നു. അഡ്വക്കേറ്റ് ഹസ്ക, കേൾക്കാമോ? കേൾക്കാം. യെസ്. അനന്തമ്പിയർ, ഇതില് നമുക്കറിയാം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതെ. വരുന്ന മാർച്ച് 6-ന് സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് ശേഷം മാത്രമേ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് പോലും തീരുമാനമാകാനോ. 24,000 കോടി രൂപ കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമായ നിലയ്ക്ക് സംസ്ഥാന സർക്കാരിന് അർഹതയുള്ള കടമെടുപ്പ് പരിധി 24,000 കോടി രൂപയാണ്. വരുന്ന മാർച്ചിലേക്ക് ഏകദേശം 22,000 കോടി രൂപ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന് ആവശ്യം. ഒരു 5,000 കോടി രൂപ മാത്രമാണ് റവന്യൂ എന്ന അർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. ബാക്കി 17,000 കോടി രൂപ കടമെടുത്താൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനാവൂ. അപ്പോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഓരോ സ്കൂളുകളിലും അഡ്മിഷൻ സമയത്ത് ലഭിച്ച തുക കൊണ്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തിന്റെയും പൊതുപരീക്ഷയുടെയും സാങ്കേതികമായി ചിലവുകൾ വഹിക്കണമെന്ന് ഒരു സർക്കുലർ ഇറക്കിയാൽ അതൊരു വലിയ അപരാധം എന്ന അർത്ഥത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനാവില്ല. കേന്ദ്രം നൽകേണ്ട തുക, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ കടമെടുപ്പ് പരിധി, ഇവ ലഭിക്കാത്തതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ആക്കം കൂട്ടിയതെന്ന് പലയാവർത്തി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ വാദമൊക്കെ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലില്ല. ഇപ്പോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന് കേന്ദ്രം പിടിവാശി പിടിച്ചത്? അങ്ങനെയെങ്കിൽ 13,800 കോടി രൂപ ഇപ്പോ ഉടൻ തന്നെ കടമെടുപ്പ് പരിധി അനുവദിക്കാമെന്ന് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത്? 24,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ അർഹതപ്പെട്ട കടമെടുപ്പ് പരിധി നൽകുന്നതിനെ സംബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലഭിക്കുക എന്നത് കേരളത്തിലെ ഓരോ പൗരന്റെയും അവകാശമാണെന്നേ. ആ അവകാശം നിലനിൽക്കുന്നിടത്താണ് കേന്ദ്രം ഇങ്ങനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് 1,500 കോടി രൂപ ഇപ്പോൾ കടം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ അങ്ങനെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ഇടപെടുമ്പോഴാണ് പ്രിയപ്പെട്ട ഹസ്കറെ, നമുക്ക് നവകേരള സദസ്സും കേരളീയൊന്നും വേണ്ടാന്ന് വെച്ചാൽ പോരെ സാറ്? മുഖാമുഖം ഞാൻ ആവർത്തിക്കുന്നില്ല. പന്തല് കെട്ടാൻ 18 ലക്ഷത്തിൽ പരം രൂപ ചെലവാക്കിയ ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെന്താ, അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ എന്താ, പൊട്ടന്മാരാണോ, മണ്ടന്മാരാണോ? നിങ്ങൾക്ക് പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ഇത് നോക്കൂ, കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ വസതിയിൽ അദ്ദേഹം ജിമ്മ് സ്ഥാപിക്കാൻ പോവുക. നിയമസഭയിൽ ജിമ്മുണ്ട് സാമാജികർക്കായിട്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ, ഔദ്യോഗിക വസതിയിൽ ജിമ്മ് വേണം. അതിന് കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുക. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ട് പൊതുപരീക്ഷ നടത്താൻ ഫണ്ടില്ല. അത് കേന്ദ്രം ഇതാ ഞങ്ങളെ ഇങ്ങനെ ഞെക്കുകയും ഞെരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന പരിദേവനം അത് തുടരുകയും ചെയ്യുന്നു. നിങ്ങളിങ്ങനെ ഇപ്പോൾ ജിമ്മിന്റെ കാര്യം പറഞ്ഞു. ഷംസീറിന്റെ വീട്ടിലേക്കല്ലല്ലോ ജിം നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ജിം ചെയ്യാൻ പോകുന്നത് സ്പീക്കറുടെ ഔദ്യോഗിക വസതി. അതെ, സ്പീക്കറുടെ ഔദ്യോഗിക വസതി. അല്ല, ഒരു മിനിറ്റ്. ആ സ്പീക്കർ ഷംസീർ ആ വയറും വെച്ചിട്ട് കുറച്ചൊന്ന് ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് നിയമസഭയിലെ ജിമ്മുണ്ട് സാർ, നിയമസഭാ സാമാജികർക്കായിട്ട്. നടക്കുമ്പോ വയറ് കുറയും ചെയ്യും. അല്ല, ഷംസീർ സ്പീക്കറല്ലേ? അപ്പൊ ഷംസീർ സ്പീക്കറുടെ വീട്ടിലേക്ക് ഷംസീറല്ലേ സ്പീക്കർ? അപ്പൊ ഷംസീർ ഉപയോഗിക്കാനല്ലേ? ഷംസീർ സ്പീക്കർ രണ്ടുപേരാണോ? നാളെ ഷംസീർ സ്പീക്കർ അല്ലാതാവുന്നതിന് വല്ല സാധ്യത ഇല്ലാതെ നിങ്ങൾ എന്ത് പൊട്ടത്തരാ വിളിച്ച് പറയുന്നത്? നാളെ ഷംസീർ സ്പീക്കർ അല്ലാതാവുന്നത്? ഷംസീർ അല്ലേ ഇപ്പോഴത്തെ സ്പീക്കർ? എന്തുവാ നിങ്ങൾ ജിം ഉപകരണങ്ങൾ വാങ്ങുന്നത് സ്പീക്കറുടെ വീട്ടിലേക്കല്ല,
സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്, അല്ലാതെ ഷംസീറിന്റെ വീട്ടിലേക്കല്ല. അപ്പൊ അത് സ്പീക്കറിനുള്ളതാണ്, അത് ഷംസീറിനുള്ളതല്ല. സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്, ഷംസീറിനുള്ളതല്ല. ഏത് സ്പീക്കർ വന്നാലും ഉപയോഗിക്കാൻ വേണ്ടി ഇന്ന് നിയമസഭ ഹോസ്റ്റലിൽ MLA ഹോസ്റ്റലില് ജിമ്മുണ്ട്. പക്ഷെ ആ ജിമ്മ് ഇപ്പോ ആധുനിക സൗകര്യങ്ങളില്ലാതെ അതിലെ ഉപകരണങ്ങളെല്ലാം കേടായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതടക്കം പുനഃപരിശോധിക്കുകയും അതിൽ പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കൂടി ടെൻഡർ വിളിക്കുന്നതിനുള്ള സാഹചര്യം വരുന്നുണ്ട്. സംസ്ഥാനത്ത് അങ്ങനെ വിവിധ അതൊക്കെയാണല്ലോ ചെയ്യേണ്ടത്. ഇപ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണല്ലോ ആലോചിക്കേണ്ടത്. നിയമസഭാ സാമാജികരുടെ പിന്നെ ജിമ്മ് അതെങ്ങനെ ഒന്ന് നമുക്ക് പുഷ്ടിപ്പെടുത്താം, അല്ല സാമാജികരുടെ ആരോഗ്യം നമുക്ക് എങ്ങനെ പുഷ്ടിപ്പെടുത്താം, ഇതൊക്കെയാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പുറത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കേട്ടോ. അല്ല ഷംസീർ ഇതൊന്നും വേണ്ട എൻ്റെ ഹസ്കറെ. ഷംസീർ ഓരോ ദിവസം കടിച്ചു പറിച്ച് വലിക്കുന്ന കോഴിക്കാല് 2 വീതം ഒന്ന് കുറച്ചാൽ പോരെ? ഇത്രയും ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് ലാഭിക്കാൻ കഴിയില്ലേ? ഇയാളുടെ ഈ വയറ് കുറയാൻ ഇയാളുടെ ഭക്ഷണത്തിന് കുറച്ചാൽ പോരെ? അല്ല അതെനിക്കറിയില്ല. ഞാൻ ഹസ്കറോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതൊക്കെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമല്ലേ ഹസ്കറെ? അതായത് കേരളം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ മുടിയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണോ കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമാണോ? അവിടെ നിൽക്കട്ടെ, ആ തർക്കം അവിടെ നിൽക്കട്ടെ. അത് ആ തർക്കത്തിൻ്റെ പരിധിയിലേക്കാൻ പോകും. പക്ഷേ ഇത്രയേറെ ബുദ്ധിമുട്ട് സഹിക്കുമ്പോൾ, ഇത്രയേറെ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ ഈ ജിമ്മിൻ്റെ സാധനം മേടിക്കുന്നത് അതിലൂടെ ഞാൻ എത്ര വിവസ്ത്രനായി പോകുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് തോന്നാത്തത്? ഒന്ന്, അത് തോന്നാത്തതിൻ്റെ കാരണം എന്താണ്? അത് ഒട്ടും തോന്നാത്ത ഉളുപ്പില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് മുകളിലിരിക്കുന്നത്. കാരണം എന്താണ്? അയാൾ ചാണകക്കുഴിക്ക് 3.25 ലക്ഷം മേടിച്ച് ആണ് കാണിച്ചു കൊടുക്കുന്നത്. അയാൾ കർട്ടൻ 7 ലക്ഷം രൂപ മുടക്കിയാണ് അയാൾ കാണിച്ചു കൊടുക്കുന്നത്. അയാൾക്ക് തോന്നണ്ടേ ഞാൻ ഈ കേരളത്തിൻ്റെ ഭരണഘടനാ തലവനല്ലേ, ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ കർട്ടൻ 7 ലക്ഷം രൂപ മുടക്കാൻ പാടുണ്ടോ? എൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ ചില്ല മുറിക്കാൻ ഞാൻ 1,77,000 രൂപ ചെലവഴിക്കേണ്ടത് ഉണ്ടോ എന്ന് പിണറായി വിജയന് തോന്നാത്തിടത്തോളം കാലം ആ പിണറായി വിജയൻ അത് തോന്നുന്നില്ല. പിന്നെ ഞാനെന്തിനാണ് കുറയ്ക്കുന്നത്? അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഉള്ള പിണറായി വിജയൻ കണ്ടല്ലേ പഠിക്കുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒറ്റ കാര്യം എനിക്കിതിനകത്ത് ചോദിക്കാനുണ്ട്. ഇതൊക്കെ ചില ബോധ്യങ്ങളുടെ പ്രശ്നമാണ്. അതൊന്നും കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന ബോധ്യമല്ല എന്നായിരുന്നു നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്നത്. ഇപ്പം ഈ ബോധ്യങ്ങളുടെ പ്രശ്നമല്ല എന്ന് മാത്രമല്ല, ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുമ്പം അതിനെ പോയി ഉളുപ്പില്ലാതെ ചാനലിലിരുന്ന് ന്യായീകരിക്കാനും ഇപ്പോൾ ആളെ കിട്ടുന്നൊരു കാലമാണ്. അപ്പോൾ അത് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ ന്യായീകരിക്കുക. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഹസ്കർ പറഞ്ഞ വാദത്തിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? അതായത് ഷംസീർ അല്ല മേടിക്കുന്നത്, സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ കുറേ ആളുകൾ കേട്ടിരിക്കുന്നില്ലേ? നിങ്ങൾ ഇടതുപക്ഷ നിരീക്ഷകൻ, എന്താണ് ഇടത് നിരീക്ഷകൻ എന്നും പറഞ്ഞല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? ആ കേൾക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കുമെന്നെങ്കിലും ഒന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഹസ്കറെ? ഒരു കാര്യം കൂടി, ഇന്നേ വരെ ജിമ്മിൽ പോകാത്ത ഒരുത്തനാ നമ്മുടെ ബഹുമാനപ്പെട്ട ഷംസീർ. അപ്പോൾ സ്പീക്കർ ആയപ്പോഴാണ് അദ്ദേഹത്തിന് ആരോഗ്യത്തെക്കുറിച്ച് അതെ ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ ബോധവാനായത് ഇപ്പോഴാണ്. അസ്ക പ്ലീസ്. ഇതില് ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ ഇങ്ങനെ ദോഷേക ദൃക്കുകളെ പോലെ ഏതൊരു കാര്യവും വികസന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടുകളിലോ നിങ്ങൾ ഇങ്ങനെ ദോഷേക ദൃക്കുകളെ പോലെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വിമർശനങ്ങൾ ആകാശത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വരകൾ പോലെ അപ്രതീക്ഷമായി കൊണ്ടിരിക്കുന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിലാവത്ത് നല്ല നിലാവുള്ളപ്പോ ചന്ദ്രനെ നോക്കി ചില കുറയ്ക്കുന്നത് പോലെ മാത്രമേ ജനം അതിനെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ വസ്തുത. നിങ്ങൾക്ക് നമ്മളെ പോലുള്ള പാവപ്പെട്ടവരെ ഇങ്ങനെ പട്ടികളായിട്ട് ചിത്രീകരിക്കാതെ പ്ലീസ്. അങ്ങനല്ല, അങ്ങനല്ല, വളരെ നിസ്സാരവൽക്കരിക്കപ്പെടേണ്ടതും അല്ല. വന്നിക്കണമെന്നില്ല, നിന്ദിക്കരുത് പ്ലീസ്. അങ്ങനല്ല, വളരെ നിസ്സാരവൽകൃതമായിട്ടുള്ള ഒരു ജിമ്മ് സ്ഥാപിക്കുന്നത് പോലും വലിയ സാമ്പത്തികമായിട്ടുള്ള ചിലവിനത്തിൽ വരുന്നു എന്നും അത് ദൂർത്താണെന്നും വരുത്തി തീർക്കുന്ന ദോഷേക ദൃക്കുകളെ മനസ്സിലാവാത്തതാണോ അതോ അസ്ക ഈ നമ്മുടെ ഇത് കാണുന്ന
നമ്മുടെ സഖാക്കന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? അസ്കർ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ അസ്കറെ, ഇവിടെ ജിമ്മാണോ പ്രധാനം, പൊതുപരീക്ഷ നടത്തിപ്പാണോ പ്രധാനം? താങ്കൾ പറ, ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പൊതുപരീക്ഷ നടത്തിപ്പിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ അതിനാവശ്യമായിട്ടുള്ള റബ്ബറും അല്ലെങ്കിൽ സ്റ്റേഷനറികളും വാങ്ങുന്നതിന് വലിയ തുക വേണ്ടി വരുന്നില്ലെന്നേ. അതാത് സ്കൂളുകളുടെ അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഈ പി ഡി അക്കൗണ്ടിൽ മനസ്സിലാക്കൂ അസ്കർ, ഈ പി ഡി അക്കൗണ്ടുകളിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടാകുമെന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിശ്ചയമായി ഓരോ സ്കൂളുകളുടെ പി ഡി അക്കൗണ്ടുകളിലും അതിനാവശ്യമായിട്ടുള്ള തുകയുണ്ട്. ഒരു പൊതുപരീക്ഷ നടത്തുകയോ ഒന്നല്ലെന്നേ 2 കൊല്ലത്തെ പൊതുപരീക്ഷ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പി ഡി അക്കൗണ്ടിൽ അതിനാവശ്യമായിട്ടുള്ള സമ്പാദ്യമുണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യൂ. തൽക്കാലം ഇവിടെ HM ആകാനും പ്രിൻസിപ്പാൾ ആകാനും അധ്യാപകർ തയ്യാറാവുന്നില്ല സാർ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പം തന്നെ അവർക്ക് എടുക്കാൻ പറ്റുന്നതിലധികം ഭാരം അവർ എടുത്തു കഴിഞ്ഞു. സാമ്പത്തിക ബാധ്യത, ഉച്ചക്കഞ്ഞിക്ക് പിന്നെ പണവുമില്ല, മറ്റു കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഫണ്ട് നൽകുന്നില്ല. അതുകൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്താണ്. താങ്കൾ പറയുന്ന ഈ ഫണ്ടൊന്നും അവിടെ ഇല്ല, ഈ അക്കൗണ്ടൊന്നും അവിടെ ഇല്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്താണ് ചെലവഴിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കുന്നില്ല സർക്കാർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് എന്താ, ആത്യന്തികമായി ഇവർക്ക് HM ആവണ്ട, ഇവർക്ക് പ്രിൻസിപ്പാൾ ആവണ്ട. അതാണ് നിലവിലുള്ള അവസ്ഥ. അഡ്വക്കേറ്റ് അസ്കർ, ഞാൻ ഇന്നൊരു 4-5 അധ്യാപകരെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അവരവരുടെ ദുരവസ്ഥ പറയുകയാണ്. ഈ പറയുന്ന ഈ പണമുണ്ടല്ലോ, അത് ഈ പി ഡി അക്കൗണ്ടിൽ ഇല്ല. ആ യാഥാർത്ഥ്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ശ്രീ അനന്തമ്പ്യാർ, ഒരു സ്കൂളിൽ ഒരു പൊതുപരീക്ഷ നടത്തുന്നതിന് എത്ര തുക വരുമെന്ന് അങ്ങ് അന്വേഷിച്ചിരുന്നു? ഈ അധ്യാപകരോടൊക്കെ അങ്ങ് വിളിച്ചു ചോദിച്ചല്ലോ. അധ്യാപക സംഘിന്റെ പ്രവർത്തകരെ ആയിരിക്കും അങ്ങ് വിളിച്ചു ചോദിച്ചത്. അങ്ങനെയെങ്കിൽ അവർക്ക് അങ്ങനെയേ പറയാനാവൂ. നമ്മുടെ സ്കൂളുകളിലെങ്ങും HMമാരോ പ്രിൻസിപ്പൽമാരോ ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? അങ്ങ് പരിശോധിക്കുക. കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകളിൽ HMO സംസാരിച്ചത് അല്ല, പി ഡി അക്കൗണ്ടിൽ ആവശ്യമായ തുക ഉണ്ട് എന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിവരം. ആ അക്കൗണ്ടിൽ നിന്ന് ഒരു വലിയ തുക ആവശ്യമില്ല. ആ തുക ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിലെ പരീക്ഷകൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയും തുടർന്ന് അത് സംസ്ഥാന സർക്കാർ അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി അത് തിരികെ നൽകുന്നതിനുള്ള ആവശ്യമായ നടപടിയെടുക്കും. അത് മാത്രമാണ് ആ സർക്കിളിലുള്ളത്. അത് ഇതിന് വലിയ ആനക്കാര്യമായി കാണേണ്ട കാര്യമുണ്ടോ? എനിക്ക് സംശയമുണ്ട് ഇക്കാര്യത്തിൽ. നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നതിനു വേണ്ടി വിമർശനം ഉന്നയിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വിമർശനങ്ങൾ യഥാസ്ഥാനത്ത് കൊള്ളാത്തതും അതിന് യാതൊരു അർത്ഥവും വിലയുമില്ലാതെ പോകുന്നത്. നിങ്ങളുടെ വിമർശനങ്ങൾ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വിമർശനങ്ങളാണെങ്കിൽ അത് ഉൾക്കൊള്ളുകയും അത് കൊള്ളേണ്ടിടത്ത് കൊള്ളുകയും ചെയ്യും. ഇവിടെ വിമർശനങ്ങൾ അന്തരീക്ഷത്തിലെ വരകളായി പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ്. നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കി. ആ സർക്കുലർ ഇറക്കിയത് കൊണ്ട് നാളെ പരീക്ഷ നടത്താനാവില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ നടത്താനാവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വിമർശനം. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക വിഹിതം സ്കൂൾ പരീക്ഷ നടത്താനും കുട്ടികൾ പിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കുട്ടികൾ പിരിച്ച് പരീക്ഷ നടത്തുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാനും വാല്യുവേഷൻ ക്യാമ്പ് നടത്താനുമാണ് ഇത് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയെങ്കിൽ അങ്ങ് പറയുന്ന വിമർശനത്തോടൊപ്പം ഞാനും നിന്നേനെ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, പരീക്ഷ നടത്തിപ്പിന്റെ ഭാഗമായി വരുന്ന നൂലും അല്ലെങ്കിൽ റബ്ബറോ പേനയുടെ റീഫിലോ വാങ്ങുന്നതിനു വേണ്ടി ഒരു സ്കൂളിന് ഇത്രയധികം തുക ചെലവഴിക്കേണ്ടി വരും. അങ്ങ് പരിശോധിച്ച അങ്ങ് 3-4 അധ്യാപകരെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു പരീക്ഷ നടത്തുന്നതിന് എത്ര രൂപ ചെലവ് വരും? അത് റെക്കറിംഗ് ആണോ? അത് പരിശോധിച്ചിരുന്നു അങ്ങ് പരിശോധിച്ചിട്ട് ഒരു സ്കൂളിൽ ഒരു ചോദിച്ചപ്പോഴാണ് ഇവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതിൻ്റെ അടുത്ത്. എല്ലാവർക്കും സാമ്പത്തിക ബാധ്യതയാണ് സാർ. അവരുടെ പോക്കറ്റിൽ നിന്നാണ് അവരെ പലതിനും പണം കണ്ടെത്തുന്നത്. ഇപ്പം അറിയാലോ, ഈ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അത് നടത്താൻ പോലും പണം ഇല്ല എന്ന് പറഞ്ഞ ഒരു സർക്കാരാണിത്. താങ്കൾ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? അല്ല, സംസ്ഥാന സ്കൂൾ നിങ്ങൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടോ?
ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഒറ്റ വാചകം മാത്രം. ഇങ്ങനൊരു സർക്കുലർ UDF ഭരണകാലത്താണ് ഇറങ്ങിയതെങ്കിൽ അതെ, അത് എടുത്തിട്ടുണ്ടൊരു അർമാദം ഇവിടെ ഭാസ്കരൻ നടത്തുമായിരുന്നു. എന്തൊക്കെ പറയുമായിരുന്നു. SFIക്കാരെ അഴിഞ്ഞാടിയേനെ. കഷ്ടം തന്നെ. SFIക്കാർ അഴിഞ്ഞാടിയേനെ. വളരെ കരിയോയിൽ ഒഴിച്ച് വിദ്യാഭ്യാസ ഡയറക്ടറുടെ പുറത്തൊരുത്തന്റെ പുറത്ത് കരിയോയിൽ ഒഴിച്ച ഓർമ്മയുണ്ടോ അന്ന്? ചിലപ്പോ ഭാസ്കർ SFIയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു കേശവ ഞാൻ ഓർക്കുന്നു. ഇപ്പൊ ഇല്ല. കരിയോയിൽ ഇവിടുന്ന് പോയി. എന്നിട്ട് ഇങ്ങനെ വന്നിരുന്നു പറയുന്നു. കഷ്ടം തന്നെ. ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SFIക്കാര് കരിയോയിൽ ഒഴിച്ചതല്ലേ? അല്ല, കരിയോയിൽ ഒഴിച്ചത് ഇപ്പൊ ഇതുപോലെ അസ്കർ അത് മാത്രല്ല, ഈ ഗവർണർ എവിടെ പോകുന്നുണ്ടോ അവിടെ എല്ലാം കരിങ്കൊടി കാട്ടുകയല്ലേ. ഇവിടെ ഈ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി, ഈ ബുദ്ധിമുട്ട് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്താൻ എന്നെങ്കിലും ഈ സംഘടന തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെയും ഉത്തരവാദിത്വം SFI നടത്തിയിട്ടുള്ള സമരങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. SFI നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ സമരങ്ങൾ കേരള ചരിത്രത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ അല്ല, SFI നടത്തുന്ന ത്യാഗോജ്വല സമരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചാ 8 വർഷമായിട്ട് എന്ത് ത്യാഗോജ്വല സമരം SFI നടത്തിയിട്ടുള്ളത്? ഈ മറ്റേ കറുത്ത കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് മുമ്പിലേക്ക് ചാടുക എന്നുള്ളതല്ല. പിന്നെ നടത്തിയിട്ടുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ്, ആൾമാറാട്ടം, പിന്നെ അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തൊരു ത്യാഗവും എന്തൊരു ഉജ്ജ്വലവുമാണെന്നറിയാം SFIയുടെ. ഒന്ന് കൈയടിച്ചോട്ടെ. കേരളത്തിലെ ഭൂരിപക്ഷം സ്കൂളുകളും കേരളത്തിലെ ഭൂരിപക്ഷം കോളേജുകളും കേരളത്തിലെ ഭൂരിപക്ഷം സർവകലാശാലകളും ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായി അത് ഭരിക്കാൻ SFI അനുവദിച്ചില്ലെങ്കിൽ SFIയുടെ കൂടെ നിൽക്കുന്ന ASFകാരനെ പോലും തുണിയുരിഞ്ഞ് അടി കൊടുക്കും SFIക്കാരൻ. യൂണിവേഴ്സിറ്റി കോളേജിലെ ASFന്റെ നേതാവായിട്ടുള്ള അരുൺകുമാറിനെ തുണി ഉരിഞ്ഞ് പിന്നെ SFI സഖാക്കൾ കൊണ്ടു നടത്തിയ കാര്യം അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ അവരാണെന്നാണ്. അവരുടെ ഏകാധിപത്യമാണ്. അല്ലെ കയ്യും കാലും തല്ലിയൊടിക്കും സുഹൃത്തേ, തല്ലിയൊടിക്കും കയ്യും കാലും. അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ശരിയാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല കൈകാര്യം ചെയ്യുന്ന ഇന്ന് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ SFIക്കാർ ചേരി തിരിഞ്ഞടിച്ചിട്ടുണ്ട്. ഇതാണ് ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനം SFI നടത്തി. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ആകമാനം SFI. അതെ, ആകമാനം ഭരിക്കുന്ന എന്റെ പൊന്നു ഷാജാൻ, അങ്ങനെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള കേസ് പ്രതിയല്ലേ SFIയുടെ സംസ്ഥാന സെക്രട്ടറി? ജാമ്യം റദ്ദാക്കിയിട്ട് ഇപ്പോഴും വധശ്രമ കേസിൽ പോലും പ്രതിയായി 42 കേസുകളിൽ പ്രതിയായ ആളെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുനടക്കാൻ ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? കേസിൽ പ്രതിയായി ഒരാളെ അങ്ങ് കേസിൽ പ്രതിയല്ലേ? നിങ്ങൾ കേസിൽ പ്രതിയല്ലേ? അതുകൊണ്ട് അങ്ങേക്ക് പ്രതിയല്ല. ഞാൻ കേസിൽ പ്രതിയല്ല. ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല. സെക്രട്ടറി ആവാൻ അങ്ങേക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങേക്ക് എന്ത് യോഗ്യത? യോഗ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ആർഷോക്കാണ് യോഗ്യത. അതാണ് യഥാർത്ഥ യോഗ്യത. 42 കേസ് എന്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയനെ. എന്റെ പേരിൽ കേസില്ല. അതുകൊണ്ട് എനിക്ക് യോഗ്യതയില്ല. വളരെ നന്ദി, വളരെ നന്ദി. എന്നെ ഓർമ്മിച്ചതിന് വളരെ നന്ദി. 41 കേസിലെങ്കിലും പ്രതിയായിരുന്നെങ്കിൽ ഞാനൊരു ജില്ലാ കമ്മിറ്റി അംഗമെങ്കിലും ആയിരുന്നു. അതും എന്റെ പേരിലില്ല. ഒറ്റ കേസും എന്റെ പേരിൽ ഇല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ആവില്ല. ക്ലാസ് മുറികളിലിരിക്കുകയും ക്ലാസ് മുറികളിലിരുന്ന് അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി പഠിച്ചത് കൊണ്ടാണ്
അങ്ങേക്ക് കേസൊന്നും വരാതിരുന്നത്? അച്ചടക്കമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടാണ് വധശ്രമ കേസിൽ പ്രതിയായത്. എനിക്ക് അച്ചടക്കം ഉണ്ടായിരുന്നു. അച്ചടക്കം പാടില്ലേ? അങ്ങനല്ലല്ലോ. ഇങ്ങനെ വരരുത്. പറയുന്നില്ല. അദ്ദേഹം റാങ്ക് ഹോൾഡർ ആയിരുന്നു, വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്നു. അതെ, ശരിയല്ലേ? അതുകൊണ്ടെന്താ അങ്ങനെ അയാള് രമ്യ ഹരിദാസിനെയും അയാൾക്ക് 10 റാങ്ക് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ രമ്യ ഹരിദാസിനെയും കുഞ്ഞാലിക്കുട്ടിയെയും കുറിച്ച് പറഞ്ഞ ഒരു വാക്കോടുകൂടി അയാളുടെ റാങ്ക് മുഴുവൻ റദ്ദാക്കപ്പെട്ടു പോയില്ലേ? ഞാൻ ഈ നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾക്ക് വിമർശിക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ വിമർശിച്ചു. നിങ്ങളുടെ വിമർശനങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഡോക്ടർ ടി എം തോമസ് ഐസക്ക് JNU PhD എടുത്ത ആളാണ്. ഡോക്ടർ ടി എം തോമസ് ഐസക്ക്, സുരേഷ് കുറുപ്പുണ്ടായിരുന്നു, പിന്നെ CP ജോൺ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്ഥാനത്താണ് ഈ PM.R. ഷോ എന്ന് പറയുന്നവൻ 42 കേസുമായിട്ടിരുന്ന് സംസ്ഥാനത്തിന്റെ ഗവർണറെ പോലും തെമ്മാടി ചെറ്റേന്ന് വിളിക്കുന്നത്. അതാണ് ഈ പാർട്ടിയുടെ വളർച്ച. ആ വളർച്ചയെ കുറിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നത്. ആയിരക്കണക്കിന് ചുണക്കുട്ടികൾ ഉള്ളത് കൊണ്ടായിരുന്നു ഒരു കാലത്ത് ഇരിക്കുന്നത് തോമസ് ഐസക് ഇരുന്ന കസേരയിലാണ്. അവിടെയാണ് പ്രശ്നം. എന്റെ ഷാജഹാൻ, നിങ്ങൾ ഈ ആർഷോയെ പോലുള്ള ഒരു സംഘം ചെറുപ്പക്കാര് ചുണക്കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ട് CPM-ന്റെ തണലിൽ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ വിലസിയിരുന്നത്. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും CPM-ന്റെ കേഡർമാരുമാണെന്നേ. അതെന്താ അറിയാതെ പോകുന്നേ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? നിങ്ങൾ പണ്ട് ഈ പാർട്ടിയുടെ സർവ്വ സൗജന്യങ്ങളും കൈപ്പറ്റി ജീവിച്ചിരുന്നതേ ഇതുപോലുള്ള പാവപ്പെട്ട സഖാക്കള് തെരുവിൽ തല്ലുകൊണ്ടതുകൊണ്ടാ. ഇനി ഒന്ന് പറഞ്ഞോട്ടെ. ആ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും നട്ടാക്കുളിക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ടേ ഞാൻ ഷാജഹാൻ ഇവിടുന്ന് ഇറങ്ങി കസേര ഇറങ്ങി പോവുള്ളൂ. KM ഷാജഹാൻ എന്ന് പറഞ്ഞ എനിക്ക് MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ്. അല്ലാതെ പറഞ്ഞ് തീരുന്നതിന് വരെ മിണ്ടാതിരിക്കണം. കാരണം നിങ്ങൾ പറഞ്ഞ ഈ നട്ടാക്കുളിക്കാത്ത നുണ ഞാൻ കേട്ടതാണ്. നിങ്ങൾ മിണ്ടായിരിക്കേ. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ പറഞ്ഞത് ആരോപണത്തിലുള്ള മറുപടിയാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? പാർട്ടിയുടെ എല്ലാ സർവ്വ സൗജന്യങ്ങളും പറ്റി ഞാൻ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് SFIയുടെ ചില ചുണക്കുട്ടികൾ കൊണ്ടാണ്. ഒരു പുല്ലുമല്ല. ഞാൻ CPM-നകത്തേക്ക് വന്നത് ഇതുപോലെ ഈ തോട്ടിനകത്തൂടെ തടിക്കഷ്ണം ഉരുണ്ടു വന്ന പോലെ അല്ല മിസ്റ്റർ ഹക്സർ. എൻ്റെ MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഫസ്റ്റ് ക്ലാസ് ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. My MPhil in fisheries economics is from JNU, Jawaharlal Nehru University, with a first class. And my LLB is from Trivandrum Law College at the age of 53 with a first class. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അങ്ങനെയാണ് ഞാൻ ഇരുന്നത്. അല്ലാതെ കുറെ അലവനാദികളുടെ പിട്ടം താങ്ങിയിട്ടല്ല ഞാനൊന്ന് ഈ കസേര കയറി ഇരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഇതുപോലത്തെ അസംബന്ധങ്ങളൊക്കെ നിരുപാധികം മാപ്പ് പറഞ്ഞ് പിന്മാറണം നിങ്ങൾ. മനസ്സിലായോ നിങ്ങൾക്ക്? സയൻസിലും എക്കണോമിക്സിലും ഞാൻ ഇത്തിരി അവകാശവാദം പറയുകയാണ്. സയൻസിലും എക്കണോമിക്സിലും ലോയിലും ഫസ്റ്റ് ക്ലാസ് ഉള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാതെ ഒരുത്തന്നെ സൗജന്യമൊന്നുമല്ല. ഞാൻ ആ സ്ഥാനത്തിരുന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഞാൻ ആരുടെ കൂടെയാണോ ജോലി ചെയ്തിട്ടുള്ളത് അവർക്കുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കൊഴിച്ച്, നിങ്ങളുടെ മഞ്ഞളിച്ച കണ്ണൊഴിച്ച് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്കറിയാം KM ഷാജഹാൻ ജോലി ചെയ്തതിൻ്റെ ഗുണം അവിടെ ആർക്കാണ് ഉണ്ടായെന്നുള്ളത്. ഞാൻ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പേർട്ടായിരുന്ന IS ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുള്ളത് അറിയാവോ നിങ്ങൾക്ക്? അത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് MPhil പാസ്സായിട്ട് വന്നതാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എങ്ങനെയാണെന്ന് അറിയാമോ? മിസ്റ്റർ ഹക്സ്കർ ഓൾ ഇന്ത്യ സെലക്ഷനിൽ മുഖത്തൊരു ചെറിയൊരു ചമ്മൽ കാണുന്നുണ്ട്, സ്വാഭാവികമാണ്. ഓൾ ഇന്ത്യ സെലക്ഷനിൽ 15 പേരെ സെലക്ട് ചെയ്തപ്പോൾ 85 അവിടെ MPhil കിട്ടിയ ആളാണ് ഞാൻ. ചെറിയ ആളല്ല, ഇച്ചിരി വലിയ ആളാണ്.
ഓൾ ഇന്ത്യയിൽ നിന്ന് 15 പേരെ അവിടെ എടുത്ത് 11 ഞാൻ. അങ്ങനെയാണ് ഞാൻ IS ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. അന്ന് ഞാൻ CPM ആയിരുന്നു. അതിൽ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. അത് ഇന്നത്തെ CPM ആയിരുന്നില്ല. ഇന്നത്തെ ആർഷവന്മാരെ പോലുള്ള ഞാനൊന്നും പറയുന്നില്ല, അവന്മാരുടെ പാർട്ടി ആയിരുന്നില്ല അന്നത്തെ പാർട്ടി. അന്ന് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി, അതിനുശേഷം VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അതൊക്കെ നല്ല അന്തസ്സായിട്ടുള്ള യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ വന്നു, ജോലി ചെയ്തു. അതിന്റെ ഗുണം അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോ പുല്ലേന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി 2006. അത് അല്ലാതെ നിങ്ങളെ പോലെ പൃഷ്ഠം താങ്ങിയില്ല. അതൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ പലരും ഈ പാർട്ടിയുടെ അപ്പകഷ്ണങ്ങൾ തിന്ന് ചീർത്തു വീർത്തിട്ട് അത് നിങ്ങൾ ബുദ്ധിയാണെന്ന് അവകാശപ്പെടുന്ന ഞാനതിന് നിന്നില്ല. ഒരാൾ മാത്രമാണ് നിങ്ങൾ. അപ്പകഷ്ണം തിന്ന് ചീർത്തത് നിങ്ങളാണ്. പക്ഷെ നിങ്ങളെയും എന്നെയും ജനം കാണുന്നുണ്ട്. നിങ്ങളെയും എന്നെയും ജനം വിലയിരുത്തുന്നുണ്ട്. ഞാൻ ചെയ്തത് എന്താണെന്നും നിങ്ങൾ ഇപ്പം ഈ എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾ വാങ്ങി തിന്ന് ചീർക്കുന്ന ആളാണോ എന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. നിർത്തി. ഇനിയില്ല, ഇനി ഇന്നത്തെ ചർച്ചയിൽ സംസാരിക്കുകയില്ല. തീർന്നു. ഓക്കെ അഡ്വക്കേറ്റ് പെട്ടെന്ന്. അതല്ല, CPM-ന്റെ എല്ലാ കാലത്തും ഇങ്ങനെ ചില ആളുകളുണ്ട്. CPM-ന് വഴിമാറി പോവുകയാണ്. ചർച്ചയിലേക്ക് വരാം. CPM-നൊപ്പം വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എനിക്ക് KM ഷാജഹാനോട് അങ്ങനെ വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോട് മാത്രമേ എനിക്ക് വിരോധം. ആരാണ് ചീർത്തുന്നതും വീർക്കുന്നതും ആരാണ് എറിഞ്ഞു തരുന്ന അപ്പകഷ്ണങ്ങൾ വാങ്ങുന്നതെന്നും നാട്ടുകാർക്കറിയാം. നമുക്ക് നിലപാടുകളെ കുറിച്ച് സംസാരിക്കാം. അല്ല, നമ്മൾ ഇന്നലെ വരെ എവിടെയായിരുന്നു? ആ പ്രസ്ഥാനം എന്തു നൽകിയിട്ടുണ്ടെന്നും അതിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നും കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് നേരെ ഇങ്ങനെ കുരച്ചുകൊണ്ട് ചാടില്ല. പറഞ്ഞാലുണ്ടല്ലോ, ആ പ്രസ്ഥാനം ജീർണിച്ചാലുണ്ടല്ലോ, അതിനെ മുഖമടച്ച് വിമർശിക്കാനാണ് VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ പോലെ അപ്പകഷ്ണവും മേടിച്ച് വാലാട്ടി നടക്കാനല്ല ഞങ്ങൾ നേതാക്കന്മാരെ പഠിപ്പിച്ചത്. തെറ്റായ വഴിയിൽ പോയാൽ ആ പാർട്ടിയെ വിമർശിക്കണം, വിമർശിക്കണം. ഇതാ VS അച്യുതാനന്ദൻ പഠിപ്പിച്ച ഞങ്ങളെ. അല്ല നിങ്ങളെ പോലെ ഈ അപ്പകഷ്ണം വാലാട്ടി പട്ടികളെ പോലെ നടക്കാനല്ല. അല്ല, അങ്ങ് പറയുന്നത് ഒരു ലെനിനിസ്റ്റ് തത്വമല്ല. സംഘടന ഏതെങ്കിലും പിശകിലേക്ക് പോകുന്നെങ്കിൽ തിരുത്തണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം. അതാണ് കമ്മ്യൂണിസ്റ്റ് ബോധ്യം. അങ്ങനെ ബോധ്യമില്ലാതെ കിട്ടുന്ന അവസരങ്ങളിൽ എങ്ങനെയും ഇന്നലെ ഞാൻ നിന്ന പ്രസ്ഥാനത്തെ ചതിക്കുക, ആ പ്രസ്ഥാനം തെറ്റിയാൽ എനിക്കൊരു മടിയില്ലെന്നേ. നിങ്ങൾക്കൊരു മടിയില്ല. ആ പ്രസ്ഥാനത്തിന്റെ അപ്പകഷ്ണം മേടിച്ച് വാലാട്ടി പട്ടികളെ പോലെ നടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം തോമസ് ഐസക് ഇരുന്ന ആശ്രമമാരിക്കുമ്പോ ഞങ്ങൾ വിമർശിക്കും.